അറീന സെൻഡ്ലർ 2500 ജൂത കുട്ടികളെ രക്ഷിച്ച സ്ത്രീ. രണ്ടാം ലോകമഹായുദ്ധസമയത്ത് പോളിഷ് സാമൂഹിക പ്രവർത്തകയും നഴ്സുമായ അറീന സെൻഡ്ലർ ജൂതന്മാരെ രക്ഷിക്കാൻ വേണ്ടി സമർപ്പിച്ച പോളിഷ് ഭൂഗർഭ പ്രതിരോധമായ എഗുഡയിലെ ഒരു പ്രധാന വ്യക്തിയായി. നഗരത്തിലെ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ അവളുടെ ജോലിയിലൂടെ വാർസോ ഗെട്ടോയിലേക്കുള്ള പ്രവേശനം ഉപയോഗിച്ച് ജൂത കുട്ടികളെ സുരക്ഷിതത്വത്തിലേക്ക് കടത്താൻ അവൾ തന്റെ ജീവൻ പണയപ്പെടുത്തി. സമർത്ഥമായ രീതികൾ ഉപയോഗിച്ച് സെൻഡ്ലറും സംഘവും കുട്ടികളെ ക്രിസ്ത്യൻ അനാഥരായി വേഷം മാറി ആംബുലൻസുകളിലും ടൂൾബോക്സുകളിലും ചാക്കുകളിലും അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഫ്ലോർ ബോർഡിന് താഴെയും ഒളിപ്പിച്ചു. നാസി പരിശോധനകൾ ഒഴിവാക്കാൻ ശിശുക്കളെ ചിലപ്പോൾ മയക്കിക്കിടത്തി ശവപ്പെട്ടികളിലോ മാലിന്യ വണ്ടികളിലോ കടത്തിക്കൊണ്ടുപോയി. ഗെട്ടോയ്ക്ക് പുറത്ത് അവരെ ക്രിസ്ത്യൻ ഭവനങ്ങളിലും അനാഥാലയങ്ങളിലും കോൺവെന്റുകളിലും പാർപ്പിച്ചു. അവരുടെ യഹൂദ ഐഡന്റിറ്റികൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അവൾ ഓരോ കുട്ടിയുടെയും യഥാർത്ഥ പേരും പുതിയ ഐഡന്റിറ്റിയും കടലാസുതുള്ളികളിൽ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി. ഈ രേഖകൾ ഗ്ലാസ് പാത്രങ്ങളിൽ അടച്ച് ഒരു മരത്തിനടിയിൽ കുഴിച്ചിട്ടു, യുദ്ധാനന്തരം ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുമായി വീണ്ടും ഒന്നിക്കാമെന്ന പ്രതീക്ഷയിൽ. 1943-ൽ ഗസ്റ്റപ്പോ അവളെ അറസ്റ്റു ചെയ്ത് പീഡിപ്പിക്കുകയും അവളുടെ കാലുകൾ തകർത്തു. പക്ഷേ അവൾ പേരുകളൊന്നും വെളിപ്പെടുത്തിയില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് എഗോറ്റ ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്തപ്പോൾ അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും അവൾ ഒളിവിൽ തന്റെ രക്ഷാപ്രവർത്തനം തുടർന്നു. യുദ്ധത്തിന്റെ അവസാനത്തോടെ അറീന സെൻഡ്ലർ ഏകദേശം 2500 ജൂത കുട്ടികളെ രക്ഷിച്ചു. എന്നിരുന്നാലും അവരുടെ മാതാപിതാക്കളിൽ പലരും തടങ്കൽപ്പാളയങ്ങളിൽ മരിച്ചു. രാഷ്ട്രങ്ങൾക്കിടയിൽ നീതിമാന്മാരായി ബഹുമാനിക്കപ്പെട്ട അവളുടെ അവിശ്വസനീയമായ ധീരത പതിറ്റാണ്ടുകളായി അജ്ഞാതമായി തുടർന്നു. അവളുടെ കഥ ധൈര്യത്തിന്റെയും അനുകമ്പയുടെയും തിന്മയെ ചെറുക്കാനുള്ള ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തിന്റെ ശക്തിയുടെയും തെളിവാണ്.